മമ്മൂട്ടി, വിനായകൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തൊരുക്കിയ കളങ്കാവൽ എന്ന സിനിമ ഇന്നാണല്ലോ തിയേറ്റർ റിലീസ് ചെയ്യപ്പെട്ടത്. റിലീസ് ചെയ്ത് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചിരുന്നത്. ഇപ്പോഴത്തെ പ്രേക്ഷകർക്കൊരു ആകാംക്ഷയുണ്ടാകും ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ എത്ര കോടി വരെ നേടാൻ ചാൻസ് ഉണ്ടെന്ന്. ആ ഒരു കളക്ഷൻ ഡീറ്റെയിൽ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കളങ്കാവലിന്റെ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വളരെ വേഗത്തിലാണ് വിറ്റഴിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുമ്പോൾ ആദ്യ ദിവസം ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1491 ഷോകളാണ്. ഓഡിയൻസായി ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 2,40,000-ൽ പരം പ്രേക്ഷകരെയാണ്. ഓരോ ഷോയുടെയും, അതായത് 1491 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഓരോ ഷോയുടെയും കേരള ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 56%. നിലവിൽ 45 ഹൗസ്ഫുൾ ഷോകളും 180 മുകളിലുള്ള ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 495 മുകളിലുള്ള ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന്റെ പേരിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം വരെ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ട്രാക്കിഡ് കേരള ഗ്രോസ് എന്ന് പറയുന്നത് 3,95,00,000 രൂപയാണ്. ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ചിത്രം ആദ്യ ദിവസം എന്തായാലും 6 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. മമ്മൂക്കക്ക് ഗംഭീര മാർക്കറ്റുള്ള GCC കൺട്രീസിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവിടുത്തെ ട്രാക്കിംഗ് കളക്ഷൻ പ്രകാരം 3,15,00,000 രൂപ ചിത്രം അവിടെ നിന്ന് സ്വന്തമാക്കിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഡാറ്റയിൽ നിന്നും വ്യക്തമാണ് ചിത്രം എന്തായാലും ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഡബിൾ ഡിജിറ്റ് തൊടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 12-15 കോടി രൂപ ചിത്രം ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ ഡാറ്റ നാളെ ഉച്ചയോടെ പുറത്തു വരും.